ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗെയിമർ പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് വീണ്ടും FC മൊബൈൽ കളിക്കാനാണ് നമ്മളിന്നിവിടെ വന്നത്. പിന്നെ വേറൊരു കാര്യം ഗായ്സ്, ഇത് നമ്മൾ കളിച്ചുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗെയിം തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. നമ്മളൊക്കെ സ്കിപ്പ് അടിച്ച് വിടും എന്ന് അറിഞ്ഞിട്ടും FC മൊബൈലാർ ചെയ്യുന്നു. വേറെ കാര്യം, ഇതാണ് എൻ്റെ ടീം ഗൈസ്. കണ്ട ഗൈസ്, 107 ഗൈസ്. നമ്മൾ പരമാവധി എന്താ ഇടണം, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, അത് നമ്മൾ പരമാവധി ഒഴിവാക്കിയാൽ നമ്മൾ OVR പരമാവധി കൂടുന്നതാണ്. എൻ്റെ OVR 109 മെസ്സി മറഡോണയൊക്കെ ഉണ്ട്. നമുക്ക് നേരെ കളിയിലേക്ക് കിടക്കാം ഗൈസ്. നമ്മൾ ഹെഡ് ടു ഹെഡ് കളിക്കാം ഗൈസ്. നമുക്ക് കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്, 15,000 അങ്ങനെ എന്തോ. പിന്നെ ഗൈസ് വീണ്ടും കോയിൻ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സെർച്ചിങ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അപ്പുറത്തെ ടീമിൽ റിതോ അങ്ങനെ എന്തോ പറഞ്ഞ ആളാണ് നമുക്ക് വന്നുള്ളത്. അപ്പോൾ ഗൈസ് കളിയിലേക്ക് എടുക്കേണ്ടത് ഡൗൺലോഡിങ്. അറ്റാക്കിൽ ഞാൻ 112, 107, മിഡ്ഫീൽഡിൽ 106, 103, ഡിഫൻസിൽ 105, 98. പിന്നെ അമരേച്ചർ 2 ആണ്. ഞാൻ അമരേച്ചർ 2 ആണ്. അമരേന്ദ്ര ബാഹുബലി എന്ന് പറയുന്ന മാർക്കല്ല ഗൈസ്, നമ്മളാണ് കൈ കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ടീം. കണ്ടോ, മെസ്സി മറഡോണ ഒക്കെ ഉണ്ട്. പിന്നെ മറ്റേ ടീമിൽ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം ടീമുണ്ട്. പിന്നെ വേറെ കാര്യം പറയാനില്ല, എൻ്റെ ടീമത്തെ കീപ്പറാണ് 93, ബാക്കിയൊക്കെ 100ൻ്റെ മേലക്കാണ്. കളി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ സ്കില്ലൊക്കെ ഇട്ട് തുടങ്ങുകയാണ്. അതാണ് കാഴ്ച, നമ്മൾ പന്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇവിടുന്ന് അടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് അടിച്ചു, പക്ഷേ ബാർബ തട്ടിപ്പോയി കാഴ്ച. കളിച്ചിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ടായിക്കണ ഈ ഗോളയില്ലേ ഒന്ന് ആലോചിച്ച് കാഴ്ച. നിങ്ങൾ നമ്മൾ ആ പന്തിട്ടി പിന്നെയും പോന്നു, ഡിഫൻഡർ നെക്കിക്കണ് കാഴ്ച. ചെങ്ങന്മാരുടെ അടുത്ത് പന്തിട്ടുണ്ട്. കണ്ടിട്ട് അധികം പ്ലെയർ അല്ലാതെ തോന്നണേ. ഇനിയിപ്പോൾ എങ്ങനെയാണ് കളിച്ചാൽ ഞാനിതിൽ 2-1 ജയിക്കും, ഉറപ്പാണ്. ഗൈസ് ഷൂട്ടടിച്ചു നമ്മൾ. പിന്നെ FC മൊബൈൽ അറിയാത്തവർക്കിടയാണ് പറയണത്, നമ്മൾ ഏറ്റവും കൂടുതൽ പവർ വേണമെങ്കിൽ ഈ ഷൂട്ട് ബട്ടന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വലിച്ചാൽ മതി. റൈറ്റ് സൈഡിലോട്ട് വലിച്ചാൽ മതി, അപ്പം തന്നെ പവർഫുൾ ഷോട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് വളഞ്ഞ് കയറൂലേ, സൈഡിൽ നിന്നൊക്കെ അടിച്ചുമ്പോൾ വളഞ്ഞ് കയറണമെങ്കിൽ ഒരു ഗോൾ ചോദിച്ചു. വളഞ്ഞ് കയറണമെങ്കിൽ നമ്മൾ ആ ഷൂട്ടിൻ്റെ ബട്ട അടിക്ക് അമർത്തിയാൽ നമുക്ക് അടിക്ക് വളഞ്ഞിങ്ങനെ പോകും. ഷൂട്ട് ഓട്ടോമാറ്റിക് നിൽക്കുകയാണെങ്കിൽ സാധാരണ നിൽക്കണമാർക്ക് നെക്കി കഴിഞ്ഞാൽ സാധാരണ അടിക്കണമാർക്ക് അടിക്കുള്ളൂ. പിന്നെ വേറെ അറിയാത്തൊരു കാര്യം, ബൈസൈക്കിൾ എങ്ങനെ അടിക്കാന്നാണ്. ഓൻ്റെ കീപ്പർ സീനാണ് ഗൈസ്. എല്ലാം അടി തടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കീപ്പർ ഒന്നാണ്. പക്ഷെ എന്നാൽ എൻ്റെ കീപ്പർ അത്ര പോരാ. അപ്പോൾ ട്രെയിനിങ്ങുകൾ ചെയ്തിട്ടുണ്ടോ, ഞാൻ അതും ചെയ്തില്ല. ആണ് ഗൈസ് മറ്റേ ഷൂട്ട് ചെയ്യുമ്പോൾ അടിയിൽ പച്ച കളറുണ്ടോ നമ്മളെ മേത്ത്, ഇത് മഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ടാണ്. പച്ച കളറിൻ്റെ അവിടെ ഓറഞ്ച് വരുമ്പോഴാണ് സീൻ. നോക്കിക്കോട്ടെ, ഓറഞ്ച് ഇപ്പോൾ വരും. കണ്ടോ ഗൈസ്, വളഞ്ഞു പോയത് അതിപ്പോൾ അടിക്കാക്കിയിട്ടാണ്. ഇനി സൈഡൊക്കെ ആക്കുമ്പോഴാണ് നമുക്ക് ഇത് വരിക ഷൂട്ട്, പവർഫുൾ ഷോട്ടാവുക. പിന്നെ നമ്മൾ ദൂരത്തുനിന്നൊക്കെയാണ് അടിക്കണതെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് അമർത്തി പിടിച്ചിട്ടാണ് നീക്കുക. കണ്ടോ ഗൈസ്, ഇപ്പം ഞാൻ അടിക്കാക്കിയപ്പോഴാണ് നമ്മൾ കയറിയത്. ഞാൻ പറഞ്ഞ പോളതിൻ്റെ അടുക്ക് 2-0 ഗൈസ്. കണ്ടോ, 2-1 ഓലിപ്പോൾ ഇനി ഞാൻ ഓടിക്കുമെന്ന് തോന്നുന്നില്ല. കണ്ടോ ഗൈസ്, പവർഫുൾ ഷോട്ടായത്, അതാണ് ഞാൻ പറഞ്ഞത്. 44 മിനിറ്റ് ആയിട്ടുണ്ട്. 2-0 ഇപ്പോൾ സ്കോറ് ഗൈസ്. നമ്മൾ അടിക്കുന്നു. കണ്ടോ ഗൈസ്, പവർഫുൾ ഷോട്ടാണ്, അങ്ങോട്ട് നീക്കിയിട്ടാണ്. അറിയാത്തവർ കാണുന്നത്. പിന്നെ വേറെ കാര്യം, ട്രെയിനിങ് സ്കിപ്പ് ആൻഡ് ബേസിക്സ് കണ്ടില്ലേ, അത് നെക്കിയാൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റേ നെക്കിക്കഴിഞ്ഞാൽ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾ കുടുങ്ങും ഗൈസ്. വേറെ കാര്യം ഹാഫ് ടൈമായി ഗൈസ്. അപ്പോൾ നമ്മൾ
ഡിഫൻസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അന്ന് റിയൽ മാഡ്രിഡ് ഒരു റിയൽ മാഡ്രിഡ് തന്നെയാണ്. ഗൈസ് പന്ത് പോയി ഗൈസ്, നമ്മൾ എടുക്കാൻ പോണ്. അത്രേ ഉള്ളൂ. എടുത്തെടുത്തോ, അടി പാസ് കൊടുക്ക് കണ്ടാ ഗൈസ്, അടിച്ചാണ്ടോ അതേമാതിരിക്കണം കയറും. ഇതാകുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ ഇത് കടിക്കുമോ കയ്യില ഗൈസ്. മറ്റേ എടുക്കാൻ പോകുന്നുണ്ട്. അവനടുത്തു. അതങ്ങനെ ബെല്ലിംഗം അപ്പുറത്തെ ടീമിലുണ്ട്. ഗൈസ് ഒരു പവർഫുൾ ഷോട്ട് അടിക്കുന്നു. ഓ ആ സ്കില്ല് പോയി, അത് പോയി ചോളായി. പവർഫുൾ ഷോട്ട് കണ്ടോ ഗൈസ്, ഓറഞ്ച് ഉള്ളത്. ഏതാണ് അവൻ്റെ കീപ്പിങ്. ഇതാണ് കീപ്പർ. അതിനും വേണം ഉണക്ക കീപ്പർ. ഇൻ്റെ എങ്ങനെ അടിച്ചാലും കയറി. അല്ലാ പോയി എടോ അയ്യോ ചത്തി അയ്യോ ഡൈനോസർ മുട്ട. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ 12 സേഫ് ആക്കിയിട്ടുണ്ട്. ഓ ചെങ്ങായിനെ കൊണ്ട് ഗൈസ് പിന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന ആട്ടിയടാ. അത് മൂന്നോണ്ടൊരു കട്ടല്. ഇപ്പം നീ ആരുടെ ഇവൻ പേരും കീപ്പർ ഗൈസ്. ഈ പേരും കീപ്പർ പറയാനല്ല, എൻ്റെ അത്ര അല്ല എന്തായാലും അറിയുള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ വാക്സ് അങ്ങനത്തെ മാർക്ക് അക്ഷരനൊക്കെ മാർക്ക് ലൈവ് ഇടാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും 50 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളെ കുടുംബക്കാരെയൊക്കെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തോളൂ ഗൈസ്. നമുക്ക് അടിച്ചോക്കാം. മെസ്സിയാണ്. എന്താണ് മെസ്സിക്ക് പറ്റിയത്? മെസ്സി അടിച്ചതാണോ? പവർഫുൾ ഷോട്ടാണ്. മെസ്സിക്ക് കളിയിലായാലും എന്തിലായാലും ഇതാക്കണേ. റൈറ്റ് കാലം കൊണ്ട് കജ്ജൂല, ലെഫ്റ്റ് കാലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രൂപത്തിൽ അടിക്കുമോ നോക്കണോ. റൈറ്റ് കാലം ഇപ്പം ഞാൻ ഇടതുകൊണ്ട് അടിച്ച് കണ്ടോ ഗൈസ്. അത് അടിക്കാക്കിയപ്പോഴാണ് അത് പൊന്തി വളഞ്ഞു പോയത് കണ്ടോ. 84-ാം മിനിറ്റിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഓ മെസ്സിൻ്റെ അതേ സെലിബ്രേഷൻ ഗൈസ്. 3-0. ഞാൻ പറഞ്ഞതിലൊരു വാക്ക് തർക്കമുണ്ട്, തെറ്റുണ്ട്. അപ്പം 3 ഗോൾ ഞാൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാലും അവർ ഒരു ഗോൾ പോലും ഇട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലോ അടിച്ചടിച്ചു വണ്ടിക്ക് വിട്ട ഗൈസ്. നമുക്ക് സ്കില്ലൊക്കെ എടുക്കാൻ നോക്കാം ഗൈസ്. സ്കില്ലെടുത്തോ അത്രേ ഉള്ളൂ. മൂഞ്ചി ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത അപ്പോൾ ഗൈസ് കളി കഴിഞ്ഞോ ഗൈസ്. കളി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഈ വീഡിയോ എത്ര ഉണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ അടിച്ചു പൊളിക്കുക. പിന്നെ വീണ്ടും വരുന്നവർക്ക് വീണ്ടും അല്ല ഷെയർ ചെയ്യട്ടോ എല്ലാവർക്കും. പിന്നെ വീണ്ടും പറഞ്ഞവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസിന് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ വേറെ കാര്യം, 1v1 താല്പര്യമുള്ളോ ഇന്ത്യ ഇപ്പോൾ ഫ്രീ ഫയറിലോ അല്ലെങ്കിൽ FC മൊബൈലോ താല്പര്യമുള്ളവർ പറയാം. അപ്പോൾ ബൈ ഞാൻ പോകുന്നു.